നമസ്കാരം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ജ്യോതി മൽഹോത്ര എന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇപ്പോൾ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് ക്ഷണിച്ചു വരുത്തിയ ഒരു വിശിഷ്ട അതിഥിയായിരുന്നു ജ്യോതി മൽഹോത്ര. ജ്യോതി മൽഹോത്ര ഏറ്റവും കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചത് സംസ്ഥാന ടൂറിസം വകുപ്പിനെയും സംസ്ഥാന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഒക്കെ ആയിരുന്നെങ്കിൽ മറ്റ് തരത്തിലേക്ക് ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശന കാലത്തെ വീഡിയോയിൽ BJP മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വാർത്തയാണ് പ്രധാനമായും പുറത്തു വരുന്നത്. എന്തായാലും വന്ദേ ഭാരത് ട്രെയിനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയ വേളയിലാണ് BJP നേതാക്കൾക്കൊപ്പമുള്ള ഈ ഒരു വീഡിയോ ചിത്രീകരിക്കപ്പെട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലോടുന്ന വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത്. അന്ന് കേന്ദ്ര മന്ത്രിയായിരുന്ന വി മുരളീധരനുമായി സംസാരിച്ച് വ്ലോഗും തയ്യാറാക്കിയിട്ടുണ്ട് ജ്യോതി മൽഹോത്ര എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയാണ് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരത് ട്രെയിനിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരോടൊപ്പം കേന്ദ്ര മന്ത്രിയായിരുന്ന വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരനോടൊപ്പം അല്ലെങ്കിൽ കെ സുരേന്ദ്രനോടൊപ്പം 2023 ഏപ്രിൽ 25-നാണ് ഇവർ യാത്ര ചെയ്തത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണപ്രകാരമായിരുന്നു ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ടൂറിസം വകുപ്പിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടായിരുന്നു ജ്യോതി മൽഹോത്ര ഈ കേരളത്തിലെത്തിയത് എന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡ്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലായിരുന്നു ടൂറിസം വകുപ്പിൻ്റെ ചെലവിൽ ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത്. യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് തന്നെ ക്ഷണിച്ചുകൊണ്ട് വന്ന സംഭവം ദേശീയ തലത്തിൽ BJP വാർത്തയാക്കിയ വേളയിലാണ് ഇപ്പോൾ അവരുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ കൂടി ഈ ഒരു വലിയ കുഴപ്പത്തിലായിരിക്കുന്നത്. വന്ദേ ഭാരതിൻ്റെ ഒരു ഉദ്ഘാടന വേളയിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരോടൊപ്പം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളോടൊപ്പം അവർ യാത്ര ചെയ്യുന്നു. അവരോടൊപ്പം ചിത്രീകരിച്ച വീഡിയോ അവർ പുറത്തുവിട്ടിരുന്നു. സ്വാഭാവികമായും എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ വിവാദത്തിന് ഒരു സാധ്യതയൊന്നുമില്ല. ആ വിവാദം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാനത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും BJP ഇത് രാഷ്ട്രീയപരമായിട്ടൊരു ആയുധമാക്കിയപ്പോൾ സ്വാഭാവികമായും BJPയുടെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഒപ്പം ഇരുന്നുകൊണ്ട് ജ്യോതി മൽഹോത്ര തയ്യാറാക്കിയ ഈ വീഡിയോയും സ്വാഭാവികമായും ചർച്ചയാകുകയാണ്.